Hare Krishna, Hare Krishna, Krishna Krishna. ശ്രീല പ്രഭുപാദിന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്ത പ്രഭുവിന്റെ ബുക്കിൽ നിന്ന് വായിച്ച കാര്യമാണ്. അപ്പൊ അതില് മുതിർന്ന ശിഷ്യന്മാരും അവരുടെ സാക്ഷാത്കാരവും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതില് ഒരു പ്രഭുപാദിന്റെ ആദ്യകാല ശിഷ്യയിൽ ഒരാളാണ് മാലതി മാതാജി. ശ്യാം സുന്ദർ പ്രഭുവിന്റെ വൈഫാണ് മാലതി മാജി. അപ്പം മാതാജിയുടെ ഒരു സാക്ഷാത്കാരം അതിനകത്ത് പറയുന്നുണ്ട്. മാതാജി പ്രഭുപാദിന്റെ കുക്കായിരുന്നു. ഒരുപാട് നാള് മാജി പ്രഭുപാദിന്റെ കുക്കായിട്ടുണ്ടായിരുന്നു. അപ്പം മാജി ഈ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ വെച്ചാണ് പ്രഭുപാദിന്റെ കുക്കായിട്ടുണ്ടായിരുന്നത്. പ്രഭുപാദ് മായാപ്പൂര് ഈ വലിയ ക്ഷേത്രം വരുന്നതിന് മുമ്പ് ഒരു ടെന്റിലാണ്, ഒരു ഹട്ടിലാണ് താമസിച്ചത്. അപ്പൊ അവിടെ ചെന്നപ്പോഴും മാതാജി പ്രഭുപാദിന്റെ കുക്കായിട്ട് മാജിക്ക് സർവീസ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. പക്ഷെ ആ സമയത്ത് ഈ ഹസ്ബൻഡോട് ഉണ്ടായിരുന്നു, പ്രഭുപാദിന്റെ സെക്രട്ടറി ആയിട്ട് ശ്യാം സുന്ദർ പ്രഭു ഉണ്ടായിരുന്നു. പിന്നെ അവർക്കൊരു കുട്ടിയുണ്ട്, സരസ്വതി എന്ന് പറഞ്ഞ കുട്ടിയുണ്ട്. അപ്പം നേരത്തെയൊക്കെ പ്രഭുപാദിന്റെ കുക്കായിരുന്ന സമയത്ത് ആ ഒരു സർവീസ് മാത്രമേ ചെയ്യേണ്ട ആവശ്യമുള്ളായിരുന്നു. ഇപ്പൊ ഹസ്ബൻഡിന്റെ സർവീസ് ചെയ്യണം, കുട്ടിയുടെ സർവീസ് ചെയ്യണം, അതോടൊപ്പം പ്രഭുപാദിന്റെ സർവീസും ചെയ്യണം. അപ്പം മാജിക്കത് എല്ലാം കൂടെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര ഒരു പാടായിട്ട് അനുഭവപ്പെട്ടു. പിന്നെ അന്ന് ഇങ്ങനെ ഈ വാട്ടർ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഈ ഗംഗയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരും കുക്കിങ്ങിനായിട്ട്. അപ്പം 2 വലിയ കലത്തില് വെള്ളം അവിടെ കൊണ്ടുവയ്ക്കും എന്നാണ് മാലതി മാജി പറയുന്നത്. അപ്പോൾ ഒരെണ്ണം പ്രഭുപാദിന്റെ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യും. പ്രഭുപാദ് ഉച്ചയ്ക്കുള്ള പ്രസാദം ആവുന്നതിന് തൊട്ട് മുമ്പ് പ്രഭുപാദ് ഓയിലൊക്കെ തേച്ച് കുളിക്കും. അപ്പം കുളിക്കുന്നതിന് മുമ്പ് ഈ ഒരു സ്റ്റൗവേ ഉള്ളൂ. അപ്പം ഒരു ഇതില് വെള്ളം കുക്കിംഗ് എല്ലാം യൂസ് ചെയ്തതിന് ശേഷം മറ്റേ സ്റ്റൗ ആ ഒരു സെർവന്റ് ഒന്ന് പെട്ടെന്ന് എടുക്കും. കുക്കിംഗ് കഴിഞ്ഞ ഉടനെ വന്ന് എടുക്കും, ആ വെള്ളവും എടുക്കും. അപ്പം മാജിക്ക് ഈ പ്രഭുപാദ് കുളിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാം സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ മാജി ഹസ്ബൻഡിന്റെ സർവീസ്, മോളുടെ സർവീസ്, പ്രഭുപാദിന്റെ സർവീസ് എല്ലാം കൂടെ വെള്ളം കുറവ് എല്ലാം കൂടെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, പക്ഷെ എപ്പോ പ്രഭുപാദിന് ഫുഡ് കൊണ്ട് കൊടുക്കുമ്പോഴും പ്രസാദം കൊടുക്കുമ്പോഴും പ്രഭുപാദ് ഇതിനകത്ത് ഉപ്പില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് രുചിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷെ മാജിയുടെ മൂഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയും പ്രഭുപാദിനെ കൂടുതൽ സെർവ് ചെയ്യണം എന്നായിരുന്നു മാജിയുടെ മൂഡ്. അപ്പം ഓരോ വട്ടവും പ്രഭുപാദ് ഓരോന്ന് കഴിക്കുമ്പോഴും ഇത് അത്ര പോരായിരുന്നു എന്ന് പറയുമ്പം മാതാജിക്ക് ഉള്ളിൽ ഭയങ്കര വിഷമാവും. ഞാൻ എന്റെ ആധ്യാത്മിക ഗുരുവിനെ പ്ലീസ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നല് വരും. അപ്പോൾ ഒരുപാട് ദിവസം അങ്ങനെ ആയപ്പോഴത്തേനും മാജി വിചാരിച്ചു ബെറ്ററായിട്ട് വേറെ ആരെങ്കിലും കുക്കായിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ ഈ ആങ്സൈറ്റിയിൽ നിന്ന് എനിക്ക് റിലീവ് ആവാൻ പറ്റും. അപ്പൊ ഞാൻ ഒരു ദിവസം ആദ്യം തീരുമാനിച്ചു, എന്തായാലും ഇന്ന് ഞാൻ പറയാം പ്രഭുപാദിനോട് മറ്റാരെങ്കിലും കുക്കാക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ പ്രഭുപാദിന്റെ അടുത്ത് അത് സംസാരിക്കാനായിട്ട് ചെന്നപ്പം ആ ദിവസം പ്രഭുപാദിന്റെ ഗോഡ് ബ്രദേഴ്സ് അവിടെ വരുന്നുണ്ടായിരുന്നു, സന്യാസിമാർ. അവർ ഉച്ചയ്ക്കുള്ള പ്രസാദം കഴിക്കാനും പ്രഭുപാദിനോട് സംസാരിക്കാനുമായിട്ടാണ് വരുന്നത്. അപ്പൊ ചെന്നപ്പോഴത്തേന് പ്രഭുപാദ് ഒന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പ്രഭുപാദ് ഇങ്ങനെ പറഞ്ഞു, ഉച്ചയ്ക്ക് നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന പ്രസാദങ്ങളൊക്കെ റെഡിയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ മാജി പറഞ്ഞു അടുത്ത ദിവസം പറയാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പോയി കുക്ക് ചെയ്ത് ഉച്ചയായപ്പോഴത്തേനും ചെന്നപ്പോഴത്തേനും പ്രഭുപാദ് ഇരിക്കുന്നു. അതിന്റെ ചുറ്റും ഗോഡ് ബ്രദേഴ്സ് എല്ലാ സന്യാസിമാര് ദണ്ഡമൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ മാജി അത് കണ്ടപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി. പ്രഭുപാദ് ഇരിക്കുന്നു, ചുറ്റും എല്ലാവരും ഇങ്ങനെ ഉയർന്ന സന്യാസിമാരും ഭക്തന്മാരും ഇരിക്കുന്ന കണ്ടപ്പോൾ തോന്നി. അപ്പം മാജി ഓരോ പ്രസാദം വളരെ ഹമ്പിളായിട്ട് ഇത് മുടിയൊക്കെ കവർ ചെയ്ത് സാരി ഇങ്ങനെ വെച്ചിട്ട് ഹമ്പിളായിട്ട് വന്ന് ഓരോരുത്തർ ഇങ്ങനെ നടന്നില്ല, മുട്ടിലൂടെ വന്ന് ഓരോരുത്തർക്ക് ഇങ്ങനെ പ്രസാദം ഇത് ചെയ്തു. അപ്പം ആ സമയത്ത് മാജി പറയുന്ന പ്രഭുപാദിനെ ഗോഡ് ബ്രദേഴ്സ് പല രീതിയിലും ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അതിൽ ഒരു ക്രിട്ടിസിസം എന്ന് പറഞ്ഞാൽ ഒരു വുമണിനെ കുക്കായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു സന്യാസി ഒരു വുമണിനെ കുക്കായിട്ട് വെച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ക്രിട്ടിസിസം ആയിരുന്നു. അപ്പം അതും മാജിയുടെ മനസ്സിലുണ്ട്. ഞാൻ പോയി പ്രഭുപാദിന്റെ അടുത്ത് ഇങ്ങനെ ഇത് കൊടുക്കും. ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രഭുപാദ് പറഞ്ഞു, മാതാജി നോക്കി പറഞ്ഞു, അവരോട് പറഞ്ഞു, ഇവളാണ് എനിക്ക് കുക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പ്രഭുപാദ് പറഞ്ഞിട്ട്
പക്ഷെ ഞാൻ എല്ലാ ദിവസവും കുക്ക് ചെയ്യും, ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞു. ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ വെറുതെ ഇരുന്ന് ക്രിട്ടിസൈസ് ചെയ്യുകയാണെന്ന് പ്രഭുപാദ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പക്ഷെ അവൾ എനിക്ക് വേണ്ടി എന്തും ചെയ്യും, എനിക്ക് വേണ്ടി ചിലപ്പോൾ അവൾ സ്വന്തം കഴുത്തിറക്കും, ഞാനും അവൾക്ക് വേണ്ടി എന്റെ കഴുത്തിറക്കും എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേന് അത് മാജി ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേൾക്കുന്നത്. മാജിക്ക് ഭയങ്കര ഇമോഷണലായിട്ടുള്ളൊരു ഫീലിംഗ് വരികയും മാജി ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴത്തേന് കണ്ണുനീര് സാരിയിലെല്ലാം നിറയുകയും ചെയ്തു എന്ന് ഇങ്ങനെ മാജി അതിനകത്ത് പറയുന്നുണ്ട്. എന്നിട്ട് മാജി എന്റെ സാക്ഷാത്കാരം പറയുന്നത്, എന്റെ ആഗ്രഹം ആധ്യാത്മിക ഗുരുവിനെ പ്ലീസ് ചെയ്യണം എന്നായിരുന്നു. അപ്പം ഗുരു എനിക്ക് അതിനുള്ള മാർഗമാണ് പറഞ്ഞിരുന്നത്. ഓരോ ദിവസവും ഉപ്പ് ശരിയല്ല, അത് ശരിയല്ല എന്ന് പറയുന്നത് എന്നെ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ. അപ്പം എന്റെ സേവനത്തെ ഗുരു യഥാർത്ഥത്തിൽ സഹായിക്കുകയാണ്, ക്രിട്ടിസൈസ് അല്ല ചെയ്യുന്നത്. ഞാനത് ഭൗതികമായിട്ട് എടുത്തതാണെന്ന് മാതാജി പറയുക ചെയ്തത്. അപ്പം മാജി എന്നിട്ട് പറയാണ്, ഗുരു നമ്മളോട് കാരുണ്യം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാരുണ്യമായിട്ട് എടുക്കും. പക്ഷെ ഗുരുവിന് നമ്മളോട് കാരുണ്യം ഇല്ല എന്നുള്ള ചിന്തയിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ അദ്ദേഹം പറയുന്നതെല്ലാം നമ്മളോടുള്ള വെറുപ്പ് കൊണ്ട് പറയുന്നതായിട്ട് തോന്നും എന്നിങ്ങനെ മാജി പറഞ്ഞു. എന്നിട്ട് മാജി പറയുന്നു, അത് മാത്രമല്ല, പ്രഭുപാദ് തന്റെ ഗോഡ് ബ്രദേഴ്സിന് കാണിച്ചു കൊടുക്കുകയാണ്, ഒരു സോൾ ഏത് ബോഡിയിലായാലും അവർ സിൻസിയർ ആയിട്ട് സെർവ് ചെയ്താൽ അഡ്വാൻസ്ഡ് ആണ്, സ്പിരിച്വൽ മാസ്റ്റർ അവരോട് അത്രയും പ്ലീസ്ഡ് ആണെന്നും കാണിച്ചു കൊടുക്കുകയാണെന്ന് ആ ഒരു പാസ്റ്റ് ടൈമിൽ മാതാജി പറയുന്നു.